ഇന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം സഞ്ചരിക്കുന്നത് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിലാണ്. നിലവിലെ UDFിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. ഒരു കടുത്ത മത്സരം തന്നെയാണ് UDF ഈ സിറ്റിംഗ് സീറ്റിൽ നിലനിർത്തുവാനായിട്ട് UDF നിലനിർത്തുമ്പോൾ LDF പിടിച്ചെടുക്കുവാനായിട്ടാണ് മത്സരത്തിൻ്റെ അങ്കത്തട്ടിലേക്ക് വന്നിരിക്കുന്നത്. അവസാന വട്ട ലാപ്പിലേക്ക് കടക്കുമ്പോൾ ശക്തമായൊരു മത്സരം തന്നെയാണ് 8ാം വാർഡിൽ കാഴ്ചവെക്കുന്നത്. നമ്മൾ ആ സ്ഥാനാർത്ഥിയോടൊപ്പം സഞ്ചരിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. പേര്? എൻ്റെ പേര് ബിജി ബെന്നി, 8ാം വാർഡിൽ മത്സരിക്കുന്നത്. പുതുമുഖമാണ്. ഇക്കുറി LDF മുന്നോട്ട് ഇറക്കിയത് പുതുമുഖത്തെയാണ്. ബിജെജിയുടെ ഒരു ബേസ്, അതായത് ഏത് രംഗത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ ഒരു രാഷ്ട്രീയ സേവനത്തിലേക്ക് വന്നത്? എങ്ങനെയാണ്? രാഷ്ട്രീയ സേവനം ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് ബിസിനസ്സാണ്. ഹസ്ബൻഡും മകനാണ് സപ്പോർട്ടിങ് ചെയ്യുന്നത്. പിന്നെ ഞാൻ വ്യാപാരി വ്യവസായിയുടെ വനിതാ വിങ് സെക്രട്ടറി കൂടിയാണ്. പരിചയമുണ്ട്. വ്യാപാരി വ്യവസായ ഇതിൽ നിന്നാണ് കൂടുതൽ എനിക്ക് വന്നത്. ഞാൻ ഇപ്പോൾ അതിലെ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ ഒരു 2 വർഷമാവുന്നു. അടുത്ത ഇലക്ഷൻ വരുന്നുള്ളൂ ഏപ്രിലിൽ. അതൊരു മുതൽക്കൂട്ടാണ്. ഈ ഒരു മത്സര രംഗത്തേക്ക് വരുമ്പോൾ വലിയൊരു ധൈര്യമുണ്ട്. അതിലാണ് ഞാൻ ഇത്രയും ഒന്നാമത്തെ ഞാൻ ഇവിടെ ജനിച്ച് വളർന്ന ആളാണ്. എല്ലാവരും രാഷ്ട്രീയം നോക്കിയിട്ടല്ല, എല്ലാവരുമായിട്ട് ഞാൻ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. ഇങ്ങനെ ഈ ഒരു അവസാന വട്ട ലാപ്പിലേക്ക് പോകുമ്പോൾ ഉള്ള ആളുകളുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള ഫീഡ്ബാക്കൊക്കെ എത്രത്തോളം ഉണ്ടായിരുന്നു? എല്ലാവരും നല്ല സപ്പോർട്ടാണ് എനിക്ക്. ഈ പ്രാവശ്യം എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കാമെന്നാണ് എല്ലാവരും പറഞ്ഞത്. അതിന് പിന്തുണയായിട്ട് എൻ്റെ വീട്ടുകാരുണ്ട്, പുറത്ത് നിൽക്കുന്ന ആളുകളെ കണ്ടില്ലേ, എല്ലാവരും എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. മകനെന്ന രീതിയിൽ ഈ പ്രചരണം തുടങ്ങിയ അന്ന് മുതൽ കൂടെയുണ്ട് അല്ലേ? ഓരോ വീട്ടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ആളുകളുടെയൊക്കെ ആ ഒരു അനുഭവം എങ്ങനെ? അതായത് ഒരു മാറ്റമൊക്കെ വേണമെന്നൊക്കെയാണോ ആളുകൾ പറയണേ? അങ്ങനെ ആഗ്രഹിക്കണവരൊക്കെ ഉണ്ട്. പിന്നെ അമ്മനെ ഇപ്പം ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം നമ്മളറിയാവുന്നവർ തന്നെ വോട്ട് ചെയ്താൽ നല്ല ഭൂരിപക്ഷത്തിൽ നമുക്ക് ജയിക്കാൻ പറ്റും. നിലവിൽ ഞാൻ പറഞ്ഞല്ലോ, നിലവിൽ UDFിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. അത് പിടിച്ചെടുക്കുക എന്ന ഒരു ദൗത്യമാണ് LDF ഇപ്പോൾ നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ വാർഡിലേക്ക് വരുന്ന വികസനങ്ങൾ എന്തൊക്കെയാണ്? കാഴ്ചപ്പാടെന്താ? ഇത് കൂടുതലായിട്ട് നമ്മുടെ സഞ്ചാരം, അത് റോഡ് വികസനം, പിന്നെ കുടിവെള്ളം, പിന്നെ സ്ട്രീറ്റ് ലൈറ്റ്, അതാണ് മെയിനായിട്ട് വേണ്ടത് നമുക്ക്. അതിന് ശേഷം നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളല്ല എനിക്ക് ആവശ്യം, നമ്മുടെ അവകാശങ്ങൾ. ഞാൻ മെമ്പറായി കയറുകയാണെങ്കിൽ എനിക്ക് ഈ വാർഡിലേക്ക് കിട്ടാവുന്ന എല്ലാ അവകാശങ്ങളും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ. ഈ വാർഡിലെ റോഡുകളുടെ അവസ്ഥ എങ്ങനെയാണ്? ഞാൻ പറയാണ്ട് തന്നെ അറിയാലോ. അതിലൊരു മാറ്റം വരുത്തണം, തീർച്ചയായിട്ടും വരുത്തണം. അതുപോലെ തന്നെ നിലവിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ അടക്കം എല്ലാ ഇതുകളും നമുക്ക് നോക്കേണ്ടതാണത്. അത്തരത്തിലൊരു മാറ്റത്തിലേക്കാണ് ആദ്യം ലക്ഷ്യം വയ്ക്കുന്നത് അല്ലേ? ആദ്യ ലക്ഷ്യം അതിലേക്ക് മാത്രമാണ് എനിക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടേണ്ട കുറേ എല്ലാവരും പറയും ആനുകൂല്യങ്ങൾ, ഔദാര്യങ്ങൾ. എനിക്കത് വേണ്ട. ഞങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ, അതാണ് ഞാൻ ഈ വാർഡിലേക്ക് വാങ്ങിച്ചു കൊടുക്കാന്ന് പറയുന്നത്. നിലവിലിപ്പോൾ ഒരു അവസാന വട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിശബ്ദ പോരാട്ടം. പിന്നെ മറ്റന്നാൾ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ തെരഞ്ഞെടുത്ത ഈ ഒരു 2-3 ആഴ്ചത്തെ കാര്യം ഒന്ന് ഓർത്തെടുക്കാമോ? അതായത് സ്ഥാനാർത്ഥി നിർണ്ണയം തൊട്ട് ഇവിടം വരെയുള്ള ഈ ആളുകളായിട്ടുള്ള 1, 2, 3 വട്ടമൊക്കെ പല സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഒരു ആത്മവിശ്വാസം നൽകുന്നുണ്ട്? എനിക്ക് 100% ആത്മവിശ്വാസമാണ്. കാരണം എവിടെ ചെന്നാലും നല്ല സപ്പോർട്ടാണ്. എന്നെ അറിയാത്തവർ ഈ വാർഡിൽ കുറവാണ്, ഇല്ലയെന്ന് തന്നെ പറയാം. കാരണം ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും അവർ പറയാം, ആ കടയിലുള്ള ആളല്ലേ, ഞങ്ങൾക്കറിയാം, മോൾക്ക് എന്നെ ചെയ്യുള്ളൂ എന്ന് പറയുന്നത്.